വീണ്ടും ഡൽഹിയിലേക്ക് തന്നെയാണ്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഡൽഹി പോലീസ് നടപടികൾ ശക്തമാക്കുന്നുണ്ട്. നേതാക്കളെ, മന്ത്രിമാരെ അടക്കം അവർ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നമുക്ക് കാണാം, മന്ത്രിമാരെ അടക്കം വലിച്ചിഴച്ച് നീക്കുകയാണ് ഡൽഹി പോലീസ്. അവിടെ നിന്ന് അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആര്യ, ITOയിൽ ഇപ്പോൾ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നില്ല. പക്ഷേ ഇവിടേക്ക് പ്രവർത്തകർ തുടർച്ചയായി പ്രതിഷേധവുമായി എത്തുന്ന ആളുകളെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ITO ഡൽഹി നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ഇപ്പോൾ കാണാം ഗതാഗതം ആകെ താറുമാറായി കിടക്കുകയാണ്. നിരവധി നൂറുകണക്കിന് വാഹനങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്നു. ഒപ്പം തന്നെ പോലീസ് ഇവിടെ വളരെ സജീവമായി കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 400 മീറ്റർ അപ്പുറത്താണ് ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ്. അവിടെ നിന്ന് വീണ്ടും ഒരു 400 മീറ്റർ പോയി കഴിഞ്ഞാൽ BJPയുടെ ഓഫീസ് എത്തും. അതുകൊണ്ട് ഈ മേഖലയിൽ രാവിലെ മുതൽ തന്നെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്കെല്ലാം ഇടയിലൂടെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മന്ത്രി അതിഷിയുടെയും ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത്. അതിഷിയെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ അല്പസമയം മുൻപാണ് നമ്മൾ ഈ സ്ഥലത്ത് വെച്ച് കണ്ടത്. അതിനുശേഷവും പ്രവർത്തകർ ആദ്യഘട്ടം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയ ശേഷം വീണ്ടും പ്രവർത്തകർ ഇവിടേക്ക് എത്തി മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാഴ്ചയുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ബസ്സിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ITO ഒരു സമരഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിരവധി ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ITOയിലേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്തുന്ന ആളുകളെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കാനും ഇവിടെ നിന്ന് കൊണ്ടുപോകുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ബസ്സിൽ കൂടി ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസ്. അല്പസമയത്തിനകം തന്നെ ഇവരെവിടെ നിന്ന് കൊണ്ടുപോകും. വീണ്ടും കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തും. ഇന്ന് ഡൽഹി നഗരത്തിലാകെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. മന്ത്രിമാർ തന്നെയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുക. दिल्ली के लोकप्रिय मुख्यमंत्री को जिस तरह तानाशाही के तहत गिरफ्तार किया है, इसी प्रकार देश का हर चक्का जाम किया जाएगा। इसको भारत में पीछेगा। ആം ആദ്മി പാർട്ടി പ്രവർത്തകർ, അടുത്ത സംഘം ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. देखिए, आज देश के लोकतंत्र के अंदर बहुत ही माहौल खराब कर रखा है. देश की राजनीतिक पार्टियों ഒരു സംഘം പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ വീണ്ടും പല ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധവുമായി, മുദ്രാവാക്യം വിളികളുമായി, ബാനറുകൾ ഉയർത്തിക്കൊണ്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്.